ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കൂടെയുള്ള വാഹനം ഏതാണെന്ന് കൊണ്ട് ഏറ്റവും പുതിയ ഡിസയറാണ്. ഇത് ഡിസയറിന് തന്നെ ZXi വേരിയൻ്റ് ആണ്. ഓൾറെഡി നമ്മളൊരു VXi വേരിയൻ്റെ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വരുന്നതാണ് ZXi എന്നുള്ള വേരിയൻറ്റ്. LXi, VXi, ZXi പ്ലസ് എന്നിങ്ങനെയാണ് നമുക്ക് വേരിയൻസ് പോകുന്നത്. ഓൾറെഡി ZXi പ്ലസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, VXiയുടെ വീഡിയോ നമ്മൾ ഇട്ടു. അപ്പോൾ ഇത് എന്താ പറയുക, മൂന്നാമത്തെ വേരിയൻ്റ് നമുക്ക് പറയാം. ഈ ഒരു വേരിയൻറ്റ് നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കും നമുക്ക് അവൈലബിൾ ആണ്. വാല്യൂ ഫോർ മണി തന്നെയാണ് ഈ ഒരു വേരിയൻറ്റ് വരുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ VXiക്കകത്ത് ഇല്ലാത്ത കുറച്ചുകൂടി കാര്യങ്ങൾ ഈ ഒരു ZXiയിൽ വരുന്നുണ്ട്. അതേപോലെ ZXi പ്ലസ്സിൽ ഇതിനെക്കാട്ടി എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് എന്നുള്ളത് ഓരോ പോർഷനിലേക്ക് വരുന്ന സമയത്തും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്, ഈ ഒരു വേരിയൻറ്റ് നമുക്ക് സൺറൂഫ് നമുക്ക് അവൈലബിൾ അല്ല. സൺറൂഫ് വേണമെന്നുള്ളവർ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വേണം പോകാനായിട്ട്. പിന്നെ കണക്ട് കാർഡ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ. സുസുക്കി കണക്ട് ഒക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് മുതൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. തൊട്ടടുത്ത വേരിയൻറ്റിൽ നമുക്ക് ആ സുസുക്കി കണക്ട് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കുറേ മിസ്സിങ്ങുകളും കാര്യങ്ങളും നമുക്കുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് മാനുവലാണെന്നുണ്ടെങ്കിൽ 10,55 ഓൺ റോഡ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 11,06,000 രൂപയും ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് വരുന്നുണ്ട്. EMI നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 16,500 ആ ഒരു റേഞ്ചിലേക്ക് ആയിരിക്കും. നമുക്ക് 5 വർഷത്തേക്കാണെങ്കിൽ, 7 വർഷമാണെങ്കിൽ 21,000 റേഞ്ചിലും ഏകദേശം ഒരു EMI കാര്യങ്ങളൊക്കെ വരും. സിവിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിനകത്ത് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഡൗൺ പേയ്മെൻറ്റും അതിലും കുറഞ്ഞ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ സിവിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ഒരു ബാങ്ക് ലോൺ തരുന്നു എന്നുണ്ടെങ്കിൽ, മാക്സിമം ഫണ്ടിങ് തരുമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് മാനുവൽ ഓട്ടോമാറ്റിക് ഉണ്ടെന്നുള്ളത് പറഞ്ഞു. പ്രൈസ് റേഞ്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. ഇനി ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടുപോകാം. അത് ഓൾറെഡി ഞാൻ വേറൊരു കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 5 സ്റ്റാർ റേറ്റിംഗും ഈ ഒരു വാഹനത്തിന് കിട്ടിയതുമാണ്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. അപ്പോൾ മാതിരി ഒരു ആദ്യത്തെ വാഹനമാണ് ഈ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത്. ഈ ഒരു ഡിസയർ എന്നൊരു വാഹനമാണ് നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത്. ആദ്യമായിട്ടാണ് ആ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് മാതിരി വാഹനത്തിന് കിട്ടിയത്. അപ്പോൾ ഇത് സെഡാൻ സെഗ്മെൻറ്റിൽ ഇറങ്ങിയ ഒരു വാഹനമാണ്. അപ്പം നിലവിൽ ഇപ്പോൾ എല്ലാവരും SUV ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിലും ഇതിന് അത്യാവശ്യം എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം ഡിമാൻഡും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. കാര്യം വാഹനം ഷോർട്ടാണ്. ഞാൻ നിൽക്കുന്ന സമയത്ത് 1-2 കസ്റ്റമേഴ്സ് വന്നു വാഹനം ബുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അവർക്ക് വാഹനം ലോഡ് വന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ കൈയോടെ തന്നെ ബുക്ക് ചെയ്തിട്ടേക്ക്. വാഹനം വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഹെഡ്ലാമ്പിലേക്ക് വന്നാൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ LED ആണ് ഹെഡ്ലാമ്പ് വരുന്നത്. DR നമുക്ക് അവൈലബിൾ ആണ്. തൊട്ടടുത്ത വേരിയൻറ്റ്, അതായത് ഫുൾ ഓപ്ഷനിൽ വരുന്ന ആ ഒരു സെയിം ഹെഡ്ലാമ്പ് യൂണിറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു ZXi എടുക്കുന്ന കസ്റ്റമേഴ്സിനും ആ ഒരു ഹെഡ്ലാമ്പ് തന്നെ സെയിം തന്നെ കിട്ടുന്നുണ്ട്. കുട്ടിലേക്ക് വന്നാൽ വളരെയധികം ക്യാരക്ടർ ലൈൻസ് ഒന്നും വരുന്നില്ല. ഈ ഒരു സൈഡ് പോർഷനിൽ മാത്രമാണ് ചെറിയൊരു ക്യാരക്ടർ ലൈനൊക്കെ ആണ്. ചെറിയൊരു കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ മാത്രമാണ് വരുന്നത്. അതുപോലെ ഗ്രില്ലിലേക്ക് വന്നാൽ ഞാൻ ഒരു ലൈറ്റിൽ തുടങ്ങുന്ന ആ ഒരു പിയാനോ ബ്ലാക്ക് ഷീറ്റ്, അതായത് ഗ്ലോസി എലമെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സുസുക്കിയുടെ ലോഗോ സെൻട്രൽ പോർഷനിലായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമേറിയ ഗ്രില്ലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഗ്രില്ല് യൂണിറ്റും ആ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റും തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അതേപോലെ ആ ഒരു ഹുഡിൻ്റെ ആ ഒരു ഡിസൈനും നല്ല രസമുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. എയർ ഡാം അങ്ങനെ സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല. സിംഗിളായിട്ടാണ് ആ ഒരു സിംഗിൾ സ്ലാട്ടാണ് അത് കൊടുത്തേക്കുന്നത്. വലുപ്പം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നില്ല. ഈ ഒരു ZXi വേരിയൻറ്റിൽ നിങ്ങൾക്ക് ഫോഗ് ലാമ്പ് കിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് രണ്ടാമത് ഡെലിവറി സമയത്ത് തന്നെ ആഡ് ചെയ്യുക. എനിക്കൊന്നൊരു 16,000 റേഞ്ചിലായിരിക്കണം 2 ഫോഗ് ലാമ്പിൻ്റെ കോസ്റ്റ് വരുന്നത്. LED ഫോഗ് ലാമ്പ് യൂണിറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഫ്രണ്ട് ലുക്കിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ പോരായ്മകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഫോഗ് ലാമ്പ് ഇല്ലാത്തത് ഒരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് തോന്നി. അത് തൊട്ടടുത്ത വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. ZXi വേരിയൻറ്റിലും ഫോഗ് ലാമ്പ് വേണ്ടി നൽകാമായിരുന്നു. ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. എനിക്ക് 6,000 റേഞ്ചിലെങ്ങാണ്ടാണ് ഫോഗ് ലാമ്പിന് കോസ്റ്റ് വരുന്നത്. സൈഡിലേക്ക് വരുന്ന സമയത്ത് അലോയ് നമുക്ക് അവൈലബിൾ ആണ്. ZXi വേരിയൻറ്റിൽ അലോയ് വീൽ നൽകിയിട്ടുണ്ട്. അത് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് തൊട്ടടുത്ത് വേരിയൻറ്റിലേക്ക് വന്നാൽ ഒരു 2 കളേഴ്സിൻ്റെ കോമ്പിനേഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ ആ ഒരു ഡിസൈൻ പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. C8 ടയറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. 15 ഇഞ്ചാണ് ടയർ സൈസ്. 185/65 R15 ആണ് ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ കമ്പനി നൽകിയത്. ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം ക്യാരക്ടർ ലൈൻസൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ പോർഷനിൽ വരുന്നുണ്ട്. മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. മിററിനകത്ത് പ്രത്യേകിച്ച് പുതുമയൊന്നും പറയാനായിട്ടൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ ഓൾറെഡി മാതിരി വാഹനം കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതേപോലെ ഈ ഒരു വേരിയൻറ്റിൽ കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓൾറെഡി മനസ്സിലായിക്കാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ടുമാണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. അതേപോലെ ക്രോം എലമെൻറ്റ് ആ ഒരു പില്ലറിൻ്റെ ആ ഒരു പോർഷനിൽ തുടങ്ങി റിയർ സൈഡിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു ക്രോം എലമെൻറ്റ് ആ ഒരു സൈഡ് പോർഷനിലായിട്ട് വരുന്നുണ്ട്. വേറെ ക്രോം ട്രീറ്റ്മെൻറ്റുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിൽ പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം ക്യാരക്ടർ ലെൻസാണ്. ഈ ഒരു ചെറിയ ലൈനൊക്കെ ഇവിടെ വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഫുള്ളി പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് നമുക്ക് ആ ഒരു സൈഡ് പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുള്ളത്. വേറെ ഒന്നുമില്ല. ജസ്റ്റ് കീ ഒന്ന് എടുത്തേക്കാം. നമുക്ക് ആ ഒരു ഹുഡ് നമുക്ക് കീ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. അവിടെ നിന്ന് നമുക്ക് റിയർ സൈഡിലേക്ക് വരാം. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഡിഫോക്കർ ലൈൻ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഷാർഫിൻ ആൻറ്റിനെയുമാണ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുള്ളത്.
ഈ ഒരു ഡിസൈൻ പാറ്റേൺ നല്ല രസമുണ്ട്. ഇത് ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് ഈ ഒരു സ്പോയിലർ ഈ ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഒരു ക്രോം എലമെൻറ്റ് കൂടി ഈ ഒരു പോർഷനിലായിട്ട് നൽകി. LED ആണ് ടെയിൽ ലാമ്പ് യൂണിറ്റും കമ്പനി നൽകിയിട്ടുള്ളത്. സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. അതേപോലെ ഡിസൈർ എന്നൊരു ബ്രാൻഡിങ് കൂടെ ആ ഒരു പോർഷനിലായിട്ട് നൽകി. റിവേഴ്സ് ക്യാമറ ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് ZXA പ്ലസിലേക്ക് പോയാൽ 360 ഡിഗ്രി ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. ഹൈ മൗണ്ട് സ്റ്റോപ്പിലാകുമ്പോൾ ആ ഒരു പോർഷനിലായിട്ട് കമ്പനി പ്ലേസ് ചെയ്തു. മോശമല്ലാത്ത രീതിയിലുള്ള ബോട്ട് സ്പേസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിലാണ് സ്പെയർ ടയർ കൊടുത്തേക്കുന്നത്. സ്പെയർ ടയർ കൊടുത്തേക്കുന്നത് അലോയോ കാര്യങ്ങളൊന്നുമല്ല. 382 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കമ്പനി നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെ വരുന്നുണ്ട്. കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞു. ഇനി അകത്തേക്ക് വരാം. ഇതാണ് ഡോർ പാഡിൻ്റെ ഡിസൈൻ വരുന്നത്. 2 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. ബ്ലാക്കും വരുന്നുണ്ട്, അതേപോലെ ബീജും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ മിറർ ഫോൾഡിംഗ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. 4 ഡോർ പവർ വിൻഡോ, ഇവിടെ ഒരു ചെറിയൊരു ക്രോം എലമെൻറ്റ്, അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ്. അകത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇവിടെയായിട്ട് അതിൻ്റെ ഒരു കൺട്രോൾ നൽകിയിട്ടുണ്ട്. താഴ്ഭാഗത്ത് നമുക്ക് ഡെഡ് പെഡൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു പൊസിഷനിൽ കാല് നമുക്ക് വളരെ കംഫർട്ടായിട്ട് വെച്ച് ഇരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ZXA വേരിയൻറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് പോകുന്ന സമയത്ത് 1-2 ഫീച്ചേഴ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതിന് തന്നെ സ്റ്റിയറിംഗിലേക്ക് വരാം. ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടിൽ ആൻഡ് ടെലസ്കോപ്പിക് അല്ല, നമുക്ക് ഹൈറ്റ് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പിന്നൊരു വ്യത്യാസം വരുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു ZXA വേരിയൻറ്റിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ അല്ല. ZXA പ്ലസിലേക്ക് പോകുന്ന സമയത്ത് ക്രൂയിസ് കൺട്രോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് അവിടുത്തെ ഒരു മെയിൻ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. പിന്നെ ഇൻസം ക്ലസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ ആയാലും അല്ല ഒരു എന്താ പറയുക കളർ തീമൊക്കെ ആയാലും അതൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ടോപ്പിലേക്ക് പോയാൽ വേറെ വ്യത്യാസം വരുന്നത് ലെതർ റാപ്പിഡ് ആയിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ഇതൊരു ZXA വേരിയൻ്റ് ആയതുകൊണ്ട് ലെതർ റാപ്പിഡ് ഒന്നുമല്ല സ്റ്റിയറിംഗ് വീൽ വരുന്നത്. വളരെ സ്ലിം ആണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഈ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ആൻഡ്രോയിഡ് ആൾക്കാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ 7 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു സൈസ് നമുക്ക് വരുന്നത്. അത് ZXA പ്ലസിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ ഏകദേശം 9 ഇഞ്ചാണ് അതിൻ്റെ ഒരു സൈസ് നമുക്ക് വരുന്നത്. അത് നമുക്ക് അടുത്തൊരു വ്യത്യാസമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. വേറെ ആ ഡാഷ്ബോർഡിൻ്റെ കളർ തീം നോക്കി കഴിഞ്ഞാൽ കൊള്ളാം. മുകളിലായിട്ടൊരു ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബീജ്, പിന്നെ വീണ്ടും ബ്ലാക്ക് വരുന്നുണ്ട്, ഗ്ലോസി എലമെൻറ്റ് വരുന്നുണ്ട്, വുഡൻ ഫിനിഷ് പോലത്തെ ഒരു കളർ തീം നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ കമ്പനി നൽകിയിട്ടുള്ളത്. അതുപോലെ താഴ്ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചാർജിങ് സോക്കറ്റുകളും USB സ്ലോട്ട് നൽകിയിട്ടുണ്ട്. വയർലെസ് ചാർജിങ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ പുഷ് ബട്ടനാണ് വാഹനത്തിൽ വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. ആ ഒരു കീയിൽ തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ലോക്ക് തുടങ്ങിയ കൺട്രോൾസ് ആണ് നൽകിയിട്ടുള്ളത്. ആ ഒരു സെൻട്രൽ പോർഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു സെൻട്രൽ പോർഷനിൽ പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഗിയർ ലിവർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അത് ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ആംബ്രസ്റ്റ് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് ഞാനൊരു ZXA ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്. അതുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6 എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അത് ബേസ് മോഡൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്പേസ് കൂടി ആ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. മോശമല്ലാത്ത സ്പേസ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡർ കൂടി നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മിറർ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ലൈറ്റ് ഇത് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ വരുന്ന സമയത്ത് ഒരു മിറർ കൂടി അവൈലബിൾ ആയിട്ട് നൽകിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ടിക്കറ്റ് ഹോൾഡറുമാണ് നൽകിയിട്ടുള്ളത്. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എന്താ പറയുക ഡാഷ്ബോർഡിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നില്ല. ചിലർക്ക് അത് അത്യാവശ്യമായിട്ട് തോന്നാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൺറൂഫ് നമുക്ക് ZXA വേരിയൻറ്റിൽ നമുക്ക് സൺറൂഫ് നമുക്ക് അവൈലബിൾ അല്ല. അത് നമുക്ക് അടുത്തൊരു വ്യത്യാസം എടുത്ത് പറയാം. സെൻട്രലായിട്ടൊരു ലൈറ്റാണ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുള്ളത്. വേറെ കാര്യങ്ങൾ നമുക്ക് ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനായിട്ട് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ, അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സീനിൽ തന്നെ കൺട്രോൾസ് വരുന്നുണ്ട്, ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചേക്കാം. ഈ ഒരു രീതിയിലാണ് ആ ഒരു റിവേഴ്സ് ക്യാമറയുടെ വ്യൂ വരുന്നത്. അത്യാവശ്യം HD ക്വാളിറ്റി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ചാർജിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോ. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ക്രൂയിസ് കൺട്രോൾ തൊട്ടടുത്ത് വരുന്നുണ്ട്. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ വ്യത്യാസങ്ങൾ കുറച്ച് വ്യത്യാസങ്ങളാണ് നമുക്ക് അകത്ത് നമുക്ക് വന്നത്. ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വേരിയൻറ്റിലും റിയർ AC വെൻറ്റ് കമ്പനി നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ് റിയർ AC വെൻറ്റ് നൽകിയത്. അതേപോലെ 2 ചാർജിങ് സോക്കറ്റ് കൂടി ഈ ഒരു പോർഷനിലായിട്ട് അവർ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് ഫാസ്റ്റ് C ടൈപ്പുമാണ് അത് നൽകിയിട്ടുള്ളത്. ഒരെണ്ണം C ടൈപ്പ് അല്ല, ഒരെണ്ണം നോർമലി വരുന്ന ടൈപ്പും ഒരെണ്ണം C ടൈപ്പുമാണ് കമ്പനി നൽകിയത്. ഫോണും നമുക്ക് അവിടെ വെക്കാൻ സാധിക്കും. അതൊരു ആംബ്രസ്റ്റ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. കവർ ഞാൻ കവർ പൊട്ടിക്കുക, കുഴപ്പമില്ല. ജസ്റ്റ് കാണിച്ചു തരാം. ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ അതിന് 2 കപ്പ് ഹോൾഡർ നമുക്ക് അവൈലബിൾ ആണ്. അഡ്ജസ്റ്റബിൾ ആണ് ഹെഡ് റെസ്റ്റും കമ്പനി നൽകിയിട്ടുള്ളത്. കംഫോർട്ട് ഒന്ന് നോക്കിക്കോട്ടെ, ജസ്റ്റ് ഇരുന്ന് അത് മാറ്റിക്കോട്ടെ.
അപ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കാല് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം കംഫർട്ട് ഉണ്ടാവും ഇരിക്കുക. ആംറസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ കൈയൊക്കെ നല്ല കംഫർട്ടായിട്ട് വെച്ചിരിക്കുക. റിയർ AC വെൻ്റ് വരുന്നുണ്ട്. സെൻട്രലായിട്ടൊരു ലൈറ്റ് വരുന്ന കാര്യം ഓൾറെഡി ഞാൻ എടുത്ത് പറഞ്ഞു. ആ ഒരു സീറ്റിൻ്റെ പുറകിലായിട്ട് ശകലം സ്റ്റോറേജ് സ്പേസ്, അതായത് മാഗസീൻ ഹോൾഡർ, മാഗസീൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാം. വേറെ പോരായ്മയായിട്ടൊന്നും പറയാനായിട്ടൊന്നുമില്ല. തൈ സപ്പോർട്ടൊക്കെ വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സ്പേസ് ഡോർ പാഡിലൊക്കെ നൽകി. വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാൻ. നമുക്ക് ഇവിടുന്ന് തന്നെ നേരെ നമുക്ക് എഞ്ചിനിലേക്ക് വരാം. അപ്പോൾ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മൈലേജ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമ്പനി പറയുന്നുണ്ട്. ഇപ്പോൾ 1.2 ആണ് എഞ്ചിൻ ഓപ്ഷൻ വരുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. 1.2 ലിറ്ററാണ് എഞ്ചിൻ ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരു 5 സ്റ്റാർ റേറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി എടുത്ത് പറഞ്ഞു. 5 സ്റ്റാർ റേറ്റിംഗ് ഇട്ടൊരു വാഹനമാണിത്. അപ്പോൾ സേഫ്റ്റി വൈസ് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻസുലേഷനൊക്കെ നൽകിയിട്ടുണ്ട്. 1.2 ലിറ്ററാണ് എഞ്ചിൻ ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. 3 സിലിണ്ടറാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ. എനിക്കൊന്ന് ഏകദേശം ഒരു മാനുവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 24 റേഞ്ചിലും ഓട്ടോപാനിന് ഏകദേശം എനിക്ക് 25 റേഞ്ചിനും ആ റേഞ്ചിലൊക്കെ കമ്പനി മൈലേജ് പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ് ധൈര്യമായിട്ട്. കാര്യം എന്തായാലും ഒരു 20 ആ റേഞ്ചിൽ എന്തായാലും കൺഫേം ആയിട്ട് മൈലേജ് കിട്ടാൻ തന്നെയാണ് സാധ്യത. അതിൽ കുറഞ്ഞൊന്നും വരാൻ സാധ്യതയൊന്നുമില്ല. ഇൻസുലേഷനൊക്കെ നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ എഞ്ചിൻ ബേയെ കുറിച്ചൊന്നും പറയാനായിട്ടൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ക്രൂയിസ് കൺട്രോൾ, സൺറൂഫ്, ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീല്, കുറച്ചുകൂടി ഇൻഫോട്ടോ സിസ്റ്റത്തിൻ്റെ ആ ഒരു സൈസിലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളാണ് നമ്മൾ തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് പോയാൽ വരുന്നത്. എനിക്ക് തോന്നുന്നു 80 മുതൽ 1 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് എൻ്റെ ഒരു അറിവിൽ അതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് ഓൺ റോഡ് പ്രൈസിങ്ങിൽ വരുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിനെ കുറിച്ച് പറയാനൊന്നുമില്ല. അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ മതിയെന്നുണ്ടെങ്കിൽ ഒരു ഫോഗ് ലാമ്പ് മാത്രം ചെയ്താൽ മതിയും. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അലോയ് വീൽ സഹിതം നമുക്ക് അവൈലബിൾ ആണ്. റിയർ AC വെൻറ്റും എല്ലാം ഉണ്ട്. സൺറൂഫ് ഇല്ല. സൺറൂഫിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തതിലേക്ക് പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ആവശ്യമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത ദിവസം വരാം. അതിലെല്ലാ കൂട്ടുകാർക്കും ബൈ.